അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളും ഒരുമിച്ച് കൂടലുമൊക്കെ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നാമേയും നമ്മോട് ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് കടപ്പെട്ടവരെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിൽ വിജയിച്ച് അല്ലാഹുവിന്റെ റഹ്മത്തും മഗ്ഫിറത്തും അഅ്തഖു മിനന്നാറും ഒക്കെ കരസ്ഥമാക്കി പരിശുദ്ധ റമളാനിനെ വളരെ സന്തോഷത്തോടെ യാത്രയാക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ റമളാൻ അതിവേഗം നമ്മളിൽ നിന്ന് യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷങ്ങളിൽ ചെയ്ത ഇബാദത്തുകൾ ഉപകാരപ്രദമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനോടുകൂടെ തന്നെ ഏറ്റവും മൂല്യമേറിയ ദിനങ്ങളെ എത്രത്തോളം ഫലപ്രദമാക്കാൻ കഴിയുമോ അതിനാവശ്യമായ പ്രവർത്തനങ്ങളെ കൊണ്ടും പ്രാർത്ഥനകളെ കൊണ്ടും ധന്യമാക്കേണ്ട നിമിഷങ്ങളാണ് മുമ്പിലുള്ളത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമായ ഒരു മതമാണ്. ഇസ്ലാമിൽ എല്ലാ വിഷയത്തിലും കൃത്യമായ കാഴ്ചപ്പാടുകളും നിയമ സംവിധാനങ്ങളും ആ നിയമങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ കൃത്യമായി പാലിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയുമാണ്. ഇസ്ലാമിന്റെ അതിപ്രധാനമായ ഘടകങ്ങളായി നാം പഠിച്ചതും നമ്മെ പഠിപ്പിച്ചതുമായ 5 കാര്യങ്ങൾ ഈമാനും ഇസ്ലാമും സമ്മേളിച്ചതാണ് ഒരു വിശ്വാസിയുടെ പൂർണ്ണത എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറയുന്നത് വിശ്വാസപരമായ കാര്യമാണെങ്കിൽ ഇസ്ലാം കാര്യമെന്ന് നാം പഠിച്ച 5 കാര്യങ്ങൾ പ്രാവർത്തികമായി കൊണ്ടുവന്ന് മുസ്ലിമാണ് എന്ന് നാം തെളിയിക്കേണ്ട ബാധ്യതകളിൽപ്പെട്ടതാണ്. ഇസ്ലാം കാര്യങ്ങൾ 5 അതിൽ അതിപ്രധാനമായി നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങളിൽ അതിപ്രധാനമായി അല്ലാഹുവും റസൂലും ഒക്കെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് സകാത്ത് എന്ന് പറയുന്നത്. നിസ്കാരം എത്രത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണോ അതേ തത്തുല്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് സകാത്തിനെയും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഒക്കെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സകാത്ത് എന്ന് പറയുന്ന ഒരു നിർബന്ധ ബാധ്യത. ആ നിർബന്ധ ബാധ്യത ഇസ്ലാം നിർദ്ദേശിക്കുന്ന രൂപത്തിൽ കൃത്യമായി കൈകാര്യം ചെയ്യൽ ഒരു വിശ്വാസിയുടെ കടമയാണ്. ഇസ്ലാമിൽ സകാത്ത് നിർബന്ധമാകുന്നതിന് നിബന്ധനകൾക്ക് വിധേയമാണ്. 3 കാര്യങ്ങൾ ഉണ്ടായാലാണ് ഒരാൾ സകാത്ത് കൊടുക്കൽ നിർബന്ധമായി വരുന്നത്. ഒന്ന്, അവനിക്ക് ഇസ്ലാം പറയുന്ന നിർദ്ദേശിക്കുന്നതായ സ്വത്തുവകകൾ, ഉദാഹരണം പറഞ്ഞാൽ കന്നുകാലികളെ പോലെ, അല്ലെങ്കിൽ കച്ചവടം, അല്ലെങ്കിൽ സ്വർണം വെള്ളി, അതല്ലെങ്കിൽ ധാന്യങ്ങൾ, അല്ലെങ്കിൽ മുന്തിരി, അല്ലെങ്കിൽ ഈത്തപ്പഴം പോലെയുള്ള പഴവർഗ്ഗങ്ങൾ, ഇതുപോലെയുള്ളതായ വസ്തുക്കൾ ഒരു വ്യക്തിയിൽ ഉണ്ടാവുക. രണ്ടാമത് നിസാബ് പൂർത്തിയാകണം എന്ന് പറഞ്ഞാൽ അത് എത്ര അളവിൽ ഉണ്ടാവണം അത്രയും അളവിൽ ആ ഒരു വ്യക്തിയിൽ അത് ഉണ്ടായിരിക്കണം. മൂന്നാമത് പറയുന്നത് അതൊരു വർഷം ഹിജറ കലണ്ടർ പ്രകാരം ഒരു വർഷം പൂർത്തിയായും ആ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരിക്കുക. ഈ 3 നിബന്ധനകളും ഒക്കലോടുകൂടെ ഒരു വ്യക്തി അവന്റെ ആ സമ്പത്തിന്റെ 2% നിർബന്ധ സകാത്ത് അർഹരായ ആളുകൾക്ക് കൊടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ കൊടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ കൊടുക്കുന്നത് അത് നമ്മുടെ ഈമാനിന്റെ ഒരു അടയാളമാണ്, ഈമാനിന്റെ ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ നാം അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സമ്പത്തിൽ നിന്ന് നിശ്ചിത അളവിൽ അർഹരായ ആളുകൾക്ക് കൊടുക്കണം. അത് നമ്മുടെ ഈമാനിന്റെ അടയാളമാണ്. ഇനി ഒരാൾ അങ്ങനെ കൊടുക്കാതെ വെച്ചാൽ നിർബന്ധമായും ഒരാൾ സകാത്ത് കൊടുക്കൽ അല്ലെങ്കിൽ നിർബന്ധമുള്ള ആളാണ്, അവൻ കൊടുക്കാതെ വെച്ചാൽ
അതിന്റെ കണക്ക് കഴിഞ്ഞ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും പിന്നെ അവൻ ആ മുതൽ ഉപയോഗിക്കൽ കടുത്ത തെറ്റാണ്, ഹറാമാണ്. മറ്റുള്ളവരുടെ മുതലുകൾ അപഹരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുതലുകൾ പിടിച്ചു പറിച്ച് നാം ഉപയോഗിക്കുന്നതിന് തുല്യമാണോ നമ്മുടെ സകാത്തിന്റെ അവകാശികളായ അർഹരായ ആളുകൾ അവരുടെ സമ്പത്തായത് മാറിക്കഴിഞ്ഞു, വീണ്ടും അത് നാം കൈവശം വെച്ച് ഉപയോഗിക്കലും വിനിയോഗിക്കലും ഒക്കെ കടുത്ത തെറ്റായി ഇസ്ലാം പറയുകയാണ്. ഈ ചെയ്യുന്നതൊക്കെയും ഈമാനിന്റെ ഭാഗമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, വസ്സലാത്തു നൂർ വസ്സദഖത്തു ബുർഹാനുൻ വസ്സബ്റു ദിയാഉൻ വൽഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക കുല്ലു നാസി യഗ്ദു ഫബായ നഫ്സഹു ഫമുഅ്തിഖുഹാ ഔ മുബിഖുഹാ. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വസ്സലാത്തു നൂർ, നിസ്കാരം എന്ന് പറയുന്നത് നൂറാണ്. വസ്സദഖത്തു ബുർഹാൻ, സദഖ സകാത്ത് എന്ന് പറയുന്നത് ഒരു അടയാളമാണ്, ഒരു തെളിവാണ്, ഒരു രേഖയാണ്. വസ്സബ്റു ദിയാഉൻ, ക്ഷമ എന്ന് പറയുന്നത് ഒരു വെളിച്ചമാണ്. വൽഖുർആനു ഹുജ്ജത്തുൽ ലക, ഖുർആൻ എന്ന് പറയുന്നത് നിനക്ക് അനുകൂലമായി സാക്ഷി പറയുന്നതാണ്. ഔ അലൈക, നീ നല്ല രൂപത്തിലല്ല ഖുർആനിനോട് സമീപിച്ചതെങ്കിൽ നിനക്ക് പ്രതികൂലമായും സാക്ഷി പറയുന്നതാണ്. കുല്ലു നാസി യഗ്ദു ഫബായിഉ നഫ്സഹു, എത്രയെത്ര ജനങ്ങളാണ് അവർ അവരുടെ ശരീരത്തെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞ രൂപത്തിൽ അവരുടെ ശരീരത്തെ അവർ വിൽക്കുന്നു. എന്നിട്ട് അവർ നേടുന്നത് അതിന് പകരമായി നരകത്തിൽ നിന്നുള്ള മോചനം അവർ നേടിയെടുക്കുന്നു. അതല്ലെങ്കിൽ അല്ലാഹു പറഞ്ഞ രൂപത്തിലല്ലാതെ ജീവിച്ച് അവരുടെ ശരീരത്തെ അവർ പ്രവർത്തിപ്പിച്ച് അല്ലാഹുവിന്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങുന്ന എത്ര ജനങ്ങളാണ്. ഈ ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നത് വസ്സലാത്തു നൂർ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്, നിസ്കാരം എന്ന് പറയുന്നത് ഒരു വെളിച്ചമാണ്, നൂറാണ്. എവിടെയാണ് നിസ്കാരം നൂറാകുന്നത്? ഇരുട്ട് നിറഞ്ഞ ഖബറിൽ ആ ഖബറാളിക്ക് വെളിച്ചമായി അവൻ ജീവിതത്തിൽ നിസ്കരിച്ച നിസ്കാരങ്ങൾ മാറുന്നു. ഖിയാമത്ത് നാളിന്റെ ഇരുളിലും വെളിച്ചമായി നിസ്കാരം മാറുന്നു. ഹബീബായ തങ്ങള് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് ഖബറിൽ വെളിച്ചമാണ്, ആഖിറത്തിലുള്ള ഇരുട്ടിൽ, ഖിയാമത്ത് നാളിലുള്ള ഇരുട്ടിലുള്ള വെളിച്ചമാണ്. എന്നാൽ സ്വതക്കയെ കുറിച്ച്, സകാത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് സ്വതഖത്തു ബുർഹാൻ എന്ന് പറഞ്ഞാൽ ഇന്നഹാ ഹുജ്ജത്തുൻ അലാ ഈമാനി സാഹിബഹാ, ആ സകാത്ത് കൊടുക്കുന്ന ഉടമസ്ഥർക്ക് ഈമാൻ ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ആ സകാത്ത് കൊടുക്കുന്ന ഉടമസ്ഥന്റെ ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് സകാത്ത് കൊടുക്കൽ. കാരണം ഫഇന്നൽ മുനാഫിഖീങ്ങളായ ആളുകൾ അവർ സകാത്ത് കൊടുക്കൂല. അപ്പൊ സകാത്ത് കൊടുക്കുന്നത് അവന്റെ ഖൽബിൽ ഈമാൻ ഉണ്ട് എന്നതിന്റെ തെളിവാണ്. നിസ്കാരം പ്രകാശമായി പരിചയപ്പെടുത്തുമ്പോ നമ്മൾ കൊടുക്കുന്ന സകാത്ത് ഉള്ളിൽ ഈമാൻ ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നമ്മളിലൊക്കെ ഈമാൻ ഉണ്ട് എന്നതിന്റെ തെളിവ് നിർബന്ധ ബാധ്യതയായ സകാത്ത് കൊടുത്തു വീട്ടലാണ്. അത് കൊടുക്കേണ്ട ആളുകൾ കൃത്യമായി കൊടുത്തു വീട്ടണം. ഇനി അങ്ങനെ കൊടുക്കേണ്ട ആളുകൾ, അർഹരായ ആളുകൾ അവരുടെ സകാത്ത് കൊടുക്കാതെ കടമായി വെച്ചാൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, മരണവേളയിൽ അവര് ഖേദിച്ചു പോകും, മരണവേളയിൽ അവര് വല്ലാതെ പ്രയാസപ്പെട്ടു പോകും. ഇനി ഞാൻ എന്റെ വക പറയുന്നതല്ല, നമുക്കൊക്കെ സുപരിചിതമായ ഒരു ആയത്തുണ്ട്. സൂറത്തുൽ ജുമഅയിലും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവായ ഇശായിലും ഒക്കെ നമ്മൾ ഓതുന്ന ഒരു സൂറത്ത്, സൂറത്തുൽ മുനാഫിഖൂന. ആ സൂറത്തുൽ മുനാഫിഖൂനയിൽ ഒരു ആയത്തുണ്ട്, وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب. الله تعالى പറയുന്നത് وأنفقوا مما رزقناكم, ഞാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. അല്ലാഹു പറയുന്നത് നിങ്ങളുടെ സമ്പത്തല്ല, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ല,
ഞാനാണ് നിങ്ങൾക്ക് നൽകിയത്, ഞാനാണ് നിങ്ങൾക്ക് തൗഫീഖ് നൽകിയത്, ഞാനാണ് നിങ്ങളുടെ ബിസിനസ്സിന് ബറക്കത്ത് നൽകിയത്, ഞാനാണ് നിങ്ങളുടെ സമ്പത്തിന് വർദ്ധനവ് നൽകിയത്. ആ സമ്പത്ത് എന്റെയാണ്. അല്ലാഹു തആല പറയുന്നത് വഅൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണം. ഏത് സമ്പത്തിൽ നിന്ന്? മിമ്മാ റസഖനാകും, ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് സമ്പാദ്യങ്ങൾ തന്നിട്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ തന്നിട്ടില്ലേ, അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. എപ്പോ? മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുൽ മൗത്ത്, നിങ്ങളെ മരണം പിടികൂടുന്നതിന് മുമ്പേ. അൻ യഅതിയ, നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ്. അഹദകും, നിങ്ങൾക്ക് മരണം നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായും കൊടുത്തു വീട്ടുക തന്നെ വേണം. ഇനി അങ്ങനെ കൊടുത്തു വീട്ടിയിട്ടില്ലെങ്കിലോ തുടർന്ന് കൊണ്ടും അല്ലാഹു തആല പറയുന്നു, അങ്ങനെ കൊടുത്തു വീട്ടിയിട്ടില്ലെങ്കിൽ ആ മരണവേളയിൽ പിടഞ്ഞു പോകുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തിൽ ആ വ്യക്തി പറയുന്നു, ഒരു നിമിഷം എന്നെ ഒന്ന് പിന്തിക്കുമോ? കൂടുതൽ വേണ്ട, ഒരു ദിവസം വേണ്ട, ഒരു മാസം വേണ്ട, ഒരു കൊല്ലം വേണ്ട, ഒരു ചെറിയ നിമിഷം എന്നെ ഒന്ന് പിന്തിച്ചു തരുമോ? ഈ നിമിഷത്തിൽ നിന്ന് അസ്രായീലിന്റെ പിടി എന്റെ റൂഹിനെ പിടിമുറുക്കുന്നത് ഒരു നിമിഷം, ഒരു അല്പ നിമിഷത്തേക്ക് ഒന്ന് പിന്തിച്ചു തരുമോ? എന്തിനാണ് അങ്ങനെ പിന്തിക്കുന്നത്? എങ്കിൽ ഞാൻ സ്വതക നൽകാം, ഞാൻ കടമായി വെച്ച് സകാത്ത് കൊടുത്തു വീട്ടാം, നിർബന്ധബാധിതയായ സമ്പത്ത് കൊണ്ട് ചെലവഴിക്കേണ്ട നിർബന്ധ ഹജ്ജുകൾ ഞാൻ ചെയ്തു വീട്ടാം. ഒരു നിമിഷം എനിക്ക് ജീവിതത്തിൽ തരുമോ? അങ്ങനെ സകാത്ത് കൊടുത്ത് നിർബന്ധ ബാധ്യതകൾ ചെയ്ത് ഞാൻ നല്ലൊരു മനുഷ്യനാകാം. ഒരല്പ നിമിഷം എനിക്കൊന്ന് പിന്തിച്ചു തരുമോ? സൂറത്തുൽ മുനാഫിഖൂനയിൽ അല്ലാഹു തആല പറയുകയാണ്, മരണവേള വലിയ പ്രയാസകരമായി മാറും. ആ വ്യക്തികൾ പറയും, ഒരു നിമിഷം, കൂടുതൽ വേണ്ട, അല്പ നിമിഷം എന്നെ ഒന്ന് പിന്തിച്ചാൽ ഞാൻ ചെയ്യുന്നത് അല്ലാഹു തആല തന്നെ പറയാം. അവൻ പറയുന്നത് എന്നെങ്ങനെ പിന്തിച്ചാൽ ഞാൻ നിർബന്ധ ബാധ്യതകൾ ചെയ്യാം, ഒന്ന് പിന്തിച്ചു തരുമോ? അതിന്റെ തഫ്സീറിൽ നമ്മൾ ജലാലൈൻ പോലെയുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും, സകാത്ത് സമ്പത്ത് കൊണ്ട് ചെലവഴിക്കേണ്ട നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ്. ഒന്ന് സകാത്തും ഒന്ന് നിർബന്ധമായ ഹജ്ജും. ഇത് രണ്ടും ചെയ്തു തീർക്കാത്ത ആളുകൾ അവരുടെ സകാത്ത് കൊടുക്കും. നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ച് സമ്പത്ത് മുറുകെ പിടിച്ച ആളുകൾ അവർ ഒരിക്കലും ഖേദിക്കാതിരിക്കൂല. അവർ മരണവേളയിൽ മരണവേളയിൽ ഒരു മടങ്ങിപ്പോകലിന് വേണ്ടി അല്ലാഹുവിനോട് യാചിക്കും. അത്രയും പ്രയാസമാണ്. ഒന്ന് രക്ഷപ്പെടുത്തി, ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വരാം. ഒരൊറ്റ നിമിഷം, ഒരു നിമിഷം എനിക്ക് തന്നാൽ ഞാൻ ഇതൊന്ന് ക്ലിയർ ആക്കിയിട്ട് വരാം, അതുകൊണ്ട് എനിക്കൊന്ന് നടക്കി പോകാൻ ഒരു ചെറിയൊരു അവസരം തരൂ എന്ന് പറഞ്ഞോ ഈ വ്യക്തികൾ വല്ലാതെ സങ്കടപ്പെട്ട് ഖേദം പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അവസരമുണ്ടോ? ഒരു നഫ്സിനെയും അല്ലാഹു ഒരു നിമിഷം പോലും പിന്തിച്ചു തരൂല. ഒരു നിമിഷം പോലും ഒരു ശരീരത്തെയും അല്ലാഹു അങ്ങോട്ട് നീക്കി കൊടുക്കൂല. അവന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ, സമയത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും അല്ലാഹു തആല ശരീരത്തിന് ഇളവ് നൽകൂല. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇളവ് നൽകാത്തതെന്നറിയോ? അല്ലാഹു കൃത്യമായി അറിയുന്നവനാണ്, നിങ്ങളെ കുറിച്ച് അറിയുന്നവരാണ്. ഇത്രയും അവസരങ്ങൾ തന്നിട്ട്, ഇത്രയും നിമിഷങ്ങൾ തന്നിട്ട് വീണ്ടും നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ ധിക്കരിച്ച് നടന്നതല്ലേ? നിങ്ങളെ കുറിച്ച് കൃത്യമായി എനിക്കറിയാം. അല്ലാഹു പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങളെ മടക്കിയാൽ നിങ്ങൾ തരൂല, അവസരം തരൂല. പരിശുദ്ധ ഖുർആനാ പറയുന്നത്. സൂറത്തുൽ മുനാഫിഖൂനിലെ 10-11 ആയത്താണ് ഞാൻ ഓതിയത്. കൃത്യമായി നിർബന്ധ ബാധ്യതകൾ കൊടുത്തു വിട്ടിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ കുടുങ്ങിപ്പോകും. മരണവേളയിൽ ആകെ പടഞ്ഞു പോകും. ഈമാൻ ഖൽബിൽ നിന്ന് പോയതിന്റെ അടയാളമാണ്. അതുകൊണ്ട് നിർബന്ധ ബാധ്യതകൾ കൊടുത്തു വിട്ടണം. എങ്കിൽ ഇന്ന് പൊതുവേ ഉള്ള ഒരു ധാരണ എന്താ? ആരാ സക്കാത്ത് കൊടുക്കേണ്ടത്? അത് വലിയ വലിയ പണക്കാർ, അല്ലേ? വലിയ വലിയ ബിസിനസ്സുകളുടെ ഉടമകൾ,
വലിയ വലിയ സമ്പന്നർ, കോടീശ്വർ, അങ്ങനെ ഒരു പൊതുവെ ഒരു ധാരണ ഉണ്ട്. നമ്മളൊന്നും സക്കാത്ത് കൊടുക്കേണ്ട ആളുകളൊന്നും അല്ല. പിന്നെയോ കൊടുക്കേണ്ടതാരാ? വലിയ വലിയ ബിസിനസ്സുമാന്മാര്, വലിയ വലിയ സമ്പാദ്യമുള്ള ആളുകൾ, അങ്ങനത്തെ ഒരു തെറ്റായ ധാരണയുണ്ട്. പക്ഷെ ആ ധാരണ തിരുത്തണം. അതിന്റെ യഥാർത്ഥ ഇസ്ലാമിക വശം ഒന്ന് പഠിക്കണം. ഇസ്ലാമിന്റെ നിയമപ്രകാരം 595 ഗ്രാം സ്വർണം ഒരാളുടെ കൈവശം ഒരു വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ അവൻ നിർബന്ധമാണ്. മൂല്യധനമായി കണക്കാക്കുന്നത് സ്വർണവും വെള്ളിയുമാണ് ഇസ്ലാമിൽ. അതിൽ ഏറ്റവും കുറഞ്ഞത് വെള്ളിയാണ്. ആ വെള്ളിയുടെ കണക്കാണ് എടുക്കുന്നത്. 595 ഗ്രാം സ്വർണം അല്ലെങ്കിൽ അതിനാവശ്യമുള്ള സമ്പത്ത്, 595 ഗ്രാം വെള്ളി അല്ലെങ്കിൽ അതിനാവശ്യമുള്ള സമ്പത്ത് ഒരാളുടെ കൈവശം ഒരു ഹിജ്റ കലണ്ടർ വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ ആ വ്യക്തി നിർബന്ധമാണ്, അല്ലെങ്കിൽ ഹറാമാണ്. ഇന്നത്തെ നിലവാരം വെച്ചിട്ട് 595 ഗ്രാം വെള്ളിക്ക് എത്ര വരും? കൂട്ടി നോക്കും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 60 അല്ലേ? അല്ലെങ്കിൽ നമ്മൾ കൂട്ടി നോക്കിക്കോ. ഞാനൊരു ഏകദേശം കണക്കാ പറഞ്ഞ 60,000 അല്ലെങ്കിൽ 70,000 അല്ലെങ്കിൽ 80. എങ്കിൽ ആ ഒരു കണക്ക് ഒരു വർഷത്തിൽ അവന്റെ കൈവശമുണ്ട്. അതിൽ കുറയാത്തൊരു സംഖ്യ ഒരു വർഷത്തിൽ അവന്റെ കൈവശമുണ്ട്. അതിൽ കുറഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ ഡെപ്പോസിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ അലമാറയിലായിരിക്കാം. അത് അങ്ങനെ അതിൽ കൂടുതലായിട്ടുണ്ട്, കുറവാകാതെ അത് ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധ ബാധ്യതയാണ്. അന്ന് ഞാൻ ആലോചിച്ച് നോക്കി, എത്ര ആളുകൾ സക്കാത്തിന് അർഹരായിട്ടുള്ള ആളുകളുണ്ട്. കുറെ പേര് കരുതിയെന്താ, കുറെ സമ്പന്നരായ ആളുകൾക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ, നമുക്കൊന്നും ബാധകമല്ല എന്നുള്ളതാണ്. തനിച്ച തെറ്റാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ഇസ്ലാമിന്റെ വീക്ഷണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. സ്വർണം വെള്ളി എന്നുള്ളതിൽ കണക്കാക്കുന്നതിൽ ചിലപ്പോൾ നമ്മൾ സ്വർണത്തിൽ പിടിക്കും, അല്ല വെള്ളിയിൽ പിടിക്കണം എന്നാ പണ്ഡിതന്മാർ പറയുന്നത്. അതിന്റെ കണക്ക് നമ്മൾ ഉണ്ടെങ്കിൽ അതിന്റെ 2 എത്രയാണോ നമ്മുടെ കാലത്തുള്ളത് അതൊരു വർഷം കർത്തമായത് നമ്മുടെ കൈവശം പൂർത്തിയാകണം. ഹിജ്റ കലണ്ടർ വർഷമാണ് അത് കണക്കാക്കുന്നത്. കൊല്ലം പൂർത്തിയായാലേ നമുക്ക് നിർബന്ധമുള്ളൂ സക്കാത്ത് കൊടുക്കൽ. അത് കൃത്യമായിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആഖിറത്തിൽ നമ്മൾ കുടുങ്ങി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? മാനിഉ സക്കാത്തി യൗമൽ ഖിയാമത്തി ഫിന്നാർ. സക്കാത്ത് കൊടുക്കാതെ വെക്കുന്നവർ ഖിയാമത്ത് നാളിൽ നരകത്തിലാണ്. അവർക്ക് വേറെ എന്ത് ഇബാദത്ത് ഉണ്ടായിട്ടും കാര്യമില്ല. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണോ അല്ലെങ്കിൽ സുബഹിന് ശേഷമുള്ള ക്ലാസ്സിലാണോ അറിയില്ല, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ നിസ്കാരത്തെ കുറിച്ച് അല്ലാഹു തആല പറയുന്നുണ്ടോ ആ കൂട്ടത്തിലൊക്കെയും സക്കാത്തിനെ കുറിച്ച് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം നിസ്കാരവും സക്കാത്തും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നിസ്കാരം പറഞ്ഞ സ്ഥലത്തൊക്കെ ഇന്ന സ്വലാത്ത അതിന്റെ കൂട്ടത്തിൽ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രയും നിർബന്ധമുള്ളതാണ്. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന കണക്ക് ഞാൻ അന്നും പറഞ്ഞിരുന്നു. ഇനി അതിൽ സംശയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നാൽ അത് കൃത്യമായിട്ട് അതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ തരാം. അതിന്റെ നിയമങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന കോലത്തിലൊക്കെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല എന്നാരും പറയാൻ പറ്റൂല. അർഹരായ ആളുകൾക്ക് സക്കാത്ത് കൊടുക്കണം. ഇതിന്റെ 2.5% ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത്? അത് ആളും തരം നോക്കി കൊടുക്കാനുള്ളതല്ല സക്കാത്ത്. സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ വൽപ്പതനം കാണിക്കാൻ വേണ്ടി കൊടുക്കാനുള്ളതും അല്ല, തനിക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളതും അല്ല, തന്നെ കാണുന്നവ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് ഓശാന പാടുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതും അല്ല. ഇസ്ലാം പറഞ്ഞ ആളുകൾക്ക് തന്നെ കൊടുക്കണം. ഇസ്ലാം പറയുന്ന ഒരാൾ കൊണ്ട് സൂറത്തു തൗബയിൽ പറയുന്ന ഒരായത്ത് 8ഓളം വരുന്ന ആളുകൾ, 8 വിഭാഗക്കാർ. ആ വിഭാഗക്കാരിൽ തന്നെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഫക്കീറന്മാര്, മിസ്കീന്മാര്, അതുപോലെ തന്നെ പൊതു ഇസ്ലാമികള്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ. കടം കൊണ്ട് പ്രയാസപ്പെടുക എന്ന് പറഞ്ഞാൽ വീട്ടാനുള്ള ആസ്തിയൊക്കെ കയ്യിലുണ്ട്, എന്നിട്ടും കടന്ന് പറയുന്ന ആ കടക്കാരനല്ല. അവന്റെ കയ്യിൽ അത് വീട്ടാനുള്ള ഒരു മാർഗങ്ങളുമില്ല എങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കാം. ഈ ആളുകൾക്ക് തന്നെ കൊടുക്കണം. ഫക്കീറും മിസ്കീന്മാർക്ക് തന്നെ കൊടുക്കണം. ആ ഫക്കീറും മിസ്കീന്മാരായിട്ട് കുടുംബത്തിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രാധാന്യം നൽകണം. തന്റെ കുടുംബത്തിൽ, തന്റെ സഹോദരങ്ങളിൽ, തന്റെ കുടുംബങ്ങളിൽ ആരെങ്കിലും സക്കാത്തിന് അർഹരായ ഫക്കീറന്മാരുണ്ടോ, മിസ്കീന്മാരുണ്ടോ എങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് മുൻഗണന നൽകണം. ഇല്ലെങ്കിൽ അയൽവാസികൾക്ക്, അല്ലെങ്കിൽ തന്റെ മഹല്ലത്തിൽ ആരുമില്ല, അടുത്ത മഹല്ലത്ത് കൊണ്ടുപോകണം. ഒരിക്കലും സംഘടിത സക്കാത്ത് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമില്ലാത്ത സംവിധാനങ്ങളിലല്ലാതെ സംഘടിത സക്കാത്ത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് തനിച്ച തെറ്റുമാണ്. കാരണം ഒരു സക്കാത്ത് എല്ലാവർക്കും കൂടി ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അയാൾക്ക് തോന്നണമായി വിതരണം ചെയ്യുക, അങ്ങനത്തെ ഒരു സംവിധാനം ഇസ്ലാമിലില്ല.
പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഗൾഫ് രാജ്യത്തിൽ വിദേശികളൊക്കെ പറയും ഞങ്ങളൊക്കെ അവിടെ എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമ സംവിധാനമുള്ള രാജ്യമാണ്. അത് കൃത്യമായി അതിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി അർഹതപ്പെട്ട ഇതിന്റെ എല്ലാ നിയമവശങ്ങളും അറിയുന്ന ഒരു മുഫ്തിയെ, ഒരു മുദീറിനെ അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. അവരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അത് കൃത്യമായി വളർന്നു അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇവിടെയുണ്ടോ? പറ്റും. ഇത് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇതൊരു മതരാഷ്ട്രമല്ല, ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ഇവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഇസ്ലാമിക നിയമത്തിനനുസരിച്ചുകൊണ്ട് ചെലവാക്കുന്നതല്ല. സംഘടന വളർത്താനോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ വളർത്താനോ സകാത്തിന്റെ പൈസ ആരും ഉപയോഗിക്കേണ്ടതില്ല. അതേത് സംഘടനയാണെങ്കിലും സകാത്തിന്റെ പൈസ ഒക്കെ പിരിച്ചിട്ട് സംഘടന വളർത്തുകയും അതിന് മാറ്റമുള്ള മറ്റുള്ള വിഷയങ്ങൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യല് സകാത്തിന്റെ പൈസയിൽ പറ്റൂല. തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കൽ സക്കാത്തിന്റെ പൈസയിൽ പറ്റൂല. സക്കാത്ത് അർഹരായ ആൾ അവരുടെ അവകാശമാണ്, നിഷേധിക്കാൻ പാടില്ല. അർഹരായ ആളുകൾക്ക് കൊടുക്കണം. ആ കൊടുത്ത ആളുകളെ ഫക്കീറന്മാർ, അല്ല ഫക്കീർ എന്ന് പറഞ്ഞാൽ ജോലി കൂടിയില്ലാത്ത ആളുകൾ, മിസ്കീന്മാർക്ക് കൊടുക്കണം. ജോലിയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ആ ജോലി കൊണ്ട് അവരുടെ കുടുംബം, അവന്റെ ഭാര്യ, അവന്റെ മക്കള് മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രയാസത്തിലാണ്. അപ്പോഴും നമ്മുടെ ജീവിതത്തെ കണ്ടുകഴിയരുത്. നമ്മളൊക്കെ ആർഭാട ജീവിത. എനിക്ക് കിട്ടുന്നില്ല ഉസ്താദ്, 30,000 കുട്ടിക്ക് തികയില്ലല്ലോ ഉസ്താദ്. അതെന്താ കാരണം? അമ്മായിരം ജീവിത 30,000 കിട്ടുകയാണെങ്കിൽ 60,000 ജീവിത. അതുകൊണ്ട് ഞാൻ മിസ്കീനാന്ന് പറയാൻ നിൽക്കണ്ട. ശരാശരി ഒരു മനുഷ്യനിക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഒക്കെ അവന്റെ സമ്പാദ്യത്തിൽ നിന്നുണ്ടോ? ഇന്ന് അങ്ങനെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളോട് പറഞ്ഞു, എന്റെ ഒരു സുന്ദരോട് പറഞ്ഞു, സകാത്തിന്റെ പൈസ നിങ്ങൾ എനിക്ക് തരണ്ട, ഞാൻ അതിന് അർഹനല്ല. നിങ്ങളാക്കിയത് നിർബന്ധ സക്കാത്ത് ഉണ്ടെങ്കിൽ ആ സക്കാത്തിന്റെ പൈസ നിങ്ങൾ എനിക്ക് ഹദിയായിട്ട് തരരുത്. നിങ്ങളുടെ സക്കാത്ത് കൂടില്ല, ഞാൻ സക്കാത്തിന് അർഹനല്ല. സക്കാത്തിന് അർഹരായ ആളുകൾക്ക് നമ്മൾ കൊടുക്കണം. നിങ്ങൾ എനിക്ക് തരുന്നത് സ്വതയാണ്, ഹദിയയാണ്. ഒരിക്കലും നിർബന്ധ ബാധ്യതയുള്ള സക്കാത്ത് നിങ്ങൾ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. ഞാൻ ഉത്തരവാദിയാകൂല. കാരണം എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്റെ കുടുംബം അൽഹംദുലില്ലാഹ് നല്ല വാഴത്തില 18,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ നല്ല വാഴത്തിലായി ഞാൻ ജീവിച്ചു പോകണം. എനിക്ക് കടങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിർബന്ധ സക്കാത്ത് എനിക്ക് നിങ്ങൾ തരണ്ട. അർഹരായ ആളുകൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അമ്മാൻ മുമ്പിൽ അത് സക്കാത്തായിട്ട് കൂടുകയുമില്ല. കൂടുതൽ കൊടുത്തതിന്റെ കൂലി കിട്ടും, സ്വതയായിട്ട് പരിഗണിക്കും, കൂലി കിട്ടും. പക്ഷെ അത് സക്കാത്തായിട്ട് പരിഗണിക്കൂല. അപ്പൊ അവിടെ കൂലി കിട്ടലല്ല പ്രശ്നം, ശിക്ഷ കിട്ടാതിരിക്കലാണ്. ഈമാൻ കൽബിൽ നിന്ന് പോകാതിരിക്കലാണ്, മരണവേളയിൽ പിഴയാതിരിക്കലാണ്, നാളെ മഹ്ശറയിൽ വരുമ്പോ നരകത്തിൽ പോകാതിരിക്കലാണ്. അതുകൊണ്ട് അതിന്റെ നിയമങ്ങൾ പഠിച്ച് കൃത്യമായി അർഹരായ ആളുകൾക്ക് തന്നെ അത് എത്തിക്കാൻ അത് ബന്ധപ്പെട്ടവർ ശ്രമിക്കണം. അതിലിപ്പോ ഈ പറഞ്ഞ അളവിൽ, ഞാൻ ഈ പറഞ്ഞ സക്കാത്തിന്റെ അളവിൽ ആരൊക്കെ കൊടുക്കാൻ അർഹതയുണ്ടോ അവരൊക്കെ കൊടുത്തോളണം. അത് നോമ്പിൽ തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കൊല്ലം പൂർത്തിയായിട്ടുണ്ടോ അവിടെ കൊടുത്താൽ മതി. നിങ്ങൾ നോമ്പിനാണോ, കഴിഞ്ഞ നോമ്പിനാണോ നിങ്ങളുടെ കയ്യിൽ പൈസ വന്നത്, ഈ നോമ്പ് വരെയും അതുണ്ട്. ഇപ്പൊ ബാങ്കിൽ നമ്മൾ ഇടുന്നുണ്ട് അല്ലെ, 1 ലക്ഷം ഉണ്ടാവും, 1 ലക്ഷത്തിൽ കുറയാതെ ആ ബാങ്കിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. എങ്കിലും ഈ നോമ്പ് എപ്പോഴാണോ 1 വർഷം പൂർത്തിയായത് അതിന്റെ 2% സക്കാത്ത് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് നല്ലോണം. അതുപോലെ തന്നെ സ്വർണങ്ങളിൽ ലോക്കറിൽ വെക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഒരുപാട് ഇപ്പൊ മക്കൾക്ക് കെട്ടിക്കുന്ന മക്കള് 50 പവൻ കൊടുക്കും അല്ലെ. 50 കോടി 50 പവന് ചിലപ്പോൾ ഇട്ട് നടക്കാൻ കഴിയൂല. അപ്പൊ തൽക്കാലം ഇട്ട് നടക്കാൻ ഒരു 10-20 പവൻ കയ്യിൽ വെച്ച് ബാക്കി എന്ത് ചെയ്യും? സേഫ്റ്റി വീട്ടിൽ വെക്കല് പ്രയാസാന്ന് പറഞ്ഞിട്ട് ലോക്കറിൽ കൊണ്ടുപോയി വെക്കും. അപ്പൊ ലോക്കറിൽ കൊണ്ടുപോയി വെച്ച് അതൊരു വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ, ആ വെച്ചത് 1 വർഷം പൂർത്തിയായിട്ടുണ്ട്, അതിന്റെ ഇടയിൽ എടുത്ത് ഉപയോഗിച്ചിട്ടുമില്ല എങ്കിൽ ആ ലോക്കറിലുള്ള സ്വർണത്തിന്റെ 2% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ശരീരത്തിൽ ആഭരണമായി ഉപയോഗിച്ചതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ശരീരത്തിൽ ഉപയോഗിച്ചതിന് സക്കാത്ത് കൊടുക്കേണ്ട, ലോക്കറിൽ എടുത്തു വെച്ചതിനാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ സക്കാത്ത് കൊടുക്കേണ്ട വിഭവങ്ങളിലൊക്കെയും കൃത്യമായ അന്വേഷണം നടത്തി പഠിച്ച്, ഞാൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നാരും പറയേണ്ടതില്ല. അത് നോമ്പിനാണെങ്കിൽ കുറച്ച് കൂടുതൽ കൂലി കിട്ടും. സക്കാത്ത് നിർബന്ധം കിട്ടിയതിന് പുറമെ കൂലി നോമ്പിൽ കൊടുത്തതിന്റെ കൂലി കിട്ടും. അതുകൊണ്ട് ആ ആളുകളൊക്കെയും കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. ഇനിയും അതിൽ വല്ല സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമീപിക്കാം. അതിന്റെ എല്ലാ സംശയങ്ങളും ഇസ്ലാമിക വശങ്ങൾ, നിയമങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് പരിശുദ്ധ റമദാനിന്റെ 2 ഭാഗവും നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. 2 ഭാഗം കഴിഞ്ഞ് 1 ഭാഗം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇനി തിരക്ക് കുറച്ചും കൂടി കൂടുക റമദാൻ. ഇനി ഒന്നും കൂടി തിരക്ക് കൂടുകയാണ്, യാത്ര പറയാനുള്ള ധൃതിയിലാണ് റമദാൻ. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള രൂപത്തിൽ നമ്മൾ വേണം ഉപയോഗിക്കാൻ. റമദാൻ നമുക്ക് നിന്ന് തരില്ല.
ഏറ്റവും മൂല്യമേറിയ ഏറ്റവും നല്ല മഹത്വമേറിയ നിമിഷങ്ങളായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് ലൈലത്തുൽ ഖദർ. ഇന്ന് രാവ് മുതൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം. എല്ലാ ഒറ്റ രാവിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടതാണ്. 21, 23, 25, 27, 29 5 രാത്രിയിൽ മുഹല്ലമില്ലെങ്കിലും പൂർണ്ണമായിട്ടും നമുക്ക് ആ രാത്രി ഹയാത്താക്കാൻ വേണ്ടിയിട്ട് മുഹല്ലമില്ല എന്ന് പറഞ്ഞാൽ ഒരു പകുതി ഒരു 12 മണി 1 മണിക്ക് വരെ ഒരു 12 മണി വരെ 1 മണി വരെങ്കിലും ഹയാത്താക്കിയിരുന്നാലും രാത്രി മുഴുവൻ ഹയാത്താക്കിയതിന്റെ കൂലിയാണെന്നുള്ളത് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ പൂർണ്ണമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും തറാവിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പോയി എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് വരിക, വന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 12 മണി വരെ 1 മണി വരെ ഇരിക്കുക. ഇനി ഒരു കാര്യം കൂടുതൽ അതുകൂടി കൂട്ടി പറയണേ, ആ 1 മണി വരെ ഇരുന്നത് കൊണ്ട് സുബിഹി നിങ്ങൾ കള്ളാക്കി ഓർമ്മന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട, നേരത്തെ തന്നെ പോയി കിടന്നുറങ്ങിക്കോ. ആ 1 മണി വരെ ഇരുന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇവിടെ ബദരീങ്ങളുടെ ആണ്ട് നടന്നു, ഉഷാറായിട്ട് നമ്മൾ ആകെ 11:30 വരെ ഉണ്ടായിട്ടുള്ളൂ. ബിരിയാണിയുടെ എഫക്റ്റ് ആണോ അതല്ല ഈ ചെറിയ ദിക്കറിന്റെ പ്രശ്നമാണോ അറിയില്ല. സുബി പിറ്റേ ദിവസം പല സുബി പോയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു ദിക്കറിനും പങ്കെടുക്കേണ്ട, ഒരു സലാത്തിനും പങ്കെടുക്കേണ്ട. നിസ്കാരം നിർബന്ധ ബാധ്യത, നിസ്കാരത്തിന് തടസ്സം നിൽക്കുന്ന ഒഴിവാക്കുന്ന ഒരു ഇതിൽ നിങ്ങൾ ഇടപെടരുത്. അവസാനം ഞാൻ പറഞ്ഞിട്ട് വന്നു എന്ന് പറയാൻ നിൽക്കണ്ട. നിങ്ങളുടെ ശരീരം ഉറക്കത്തൊക്കെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ മോളമുണ്ടെങ്കിൽ ഒരു 12 മണി വരെ 1 മണി വരെയെങ്കിലും നിങ്ങൾ ഹയാത്താക്കി എന്നിട്ട് കിടന്നുറങ്ങിക്കോ. എങ്കിൽ രാത്രി മുഴുവനും ഹയാത്താക്കിയത് പോയിട്ട് ഡെയിലി വേണ്ട, ഒറ്റ രാവിലെ മതി. അപ്പൊ അതുകൊണ്ട് ആ ദിക്റുകളും സലാത്തുകളും ഇസ്തിഗ്ഫാറുകളും തൗബകളും തസ്ബീഹ് നിസ്കാരങ്ങളുമായി നമുക്ക് ആ രാത്രികളിലൊക്കെ നമ്മുടെ പള്ളിയിലേക്ക് വരിക. ഒരു 30 ആളുകൾ ഉണ്ടെങ്കിൽ ഞാനും കൂടി തരാം. 30 ആളുകൾ വലിയ മജ്‌ലിസ് ഉണ്ടാക്കാനല്ല, ഞാനും കൂടി തരാം. എന്നിട്ട് നമുക്ക് ആൾക്ക് ഓരോ ജുസു വെച്ച് പോകുക. അരമണിക്കൂർ കൊണ്ട് ഒരു ഖത്മ തീരൂലേ? 30 ആളുകൾ ഉണ്ടെങ്കിൽ ഓരോ ജുസു ഓരോരുത്തർ എടുക്കുക എങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഖത്മ തീരൂലേ? 30 ആളുകൾ കൊണ്ട് എന്നിട്ടൊന്ന് ദുആ ചെയ്താൽ അവസ്ഥ രാത്രി ഹയാത്തായി. അപ്പൊ അതുപോലെയുള്ളതായ അമലുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. വലിയ ക്ഷീണമൊന്നും പറ്റാതെ തന്നെ നമുക്ക് രാത്രി ഹയാത്താക്കി ലൈലത്തുൽ ഖദർ നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി പറയുന്നത് കാണാൻ, കാന നബിയ ഇദാ ദഖലൽ അശ്റു ശദ്ദ മിസ്റഹു വഅഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. നബി തങ്ങൾ റമദാനിലെ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ ശദ്ദ മിസ്റഹു, നമ്മൾ അരയും തലയും മുറുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അരയും തലയും മുറുക്കി ഇറങ്ങി, നമ്മൾ എല്ലാവരും തയ്യാറെടുപ്പിന് വേണ്ടി ഇറങ്ങി എന്ന വാര്യായിരുന്നു നബി തങ്ങൾ. അവസാനത്തെ 10 ബാക്കിയൊക്കെ മാറ്റി വെച്ച് ഇബാദത്തിനായി അങ്ങോട്ട് ലയിക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങുമായിരുന്നു. ആയിഷ ബീവി പറയാൻ അതുപോലെ തന്നെ വഹയാലി രാത്രി മുഴുവൻ ഹയാത്താക്കും ഇബാദത്തുകളെ കൊണ്ട്. മരിച്ച രാത്രിയല്ല, ഉറങ്ങി തീർത്ത രാത്രിയല്ല, ഇബാദത്തുകളെ കൊണ്ട് ഹയാത്താക്കും നബി തങ്ങൾ. നാം മാത്രമല്ല ചെയ്തിരുന്നു, കുടുംബക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും ചെയ്യായിരുന്നു. ഇത് നമ്മൾ കൃത്യമായിട്ട് സുബഹി നിസ്കരിക്കും, വീട്ടില് പെണ്ണുങ്ങളും കുട്ടികളും ഉഷാറായിട്ട് ഓർക്കും, നമ്മൾ നിസ്കരിച്ചാൽ ഫലല്ലാതായി പോവുക. നമ്മൾ ചെയ്യുന്നതോടുകൂടെ വീട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം. അപ്പൊ ഇത് പൂർണ്ണമായിട്ടില്ല. നബിതങ്ങൾ ആരാ? ഹബീബായ തങ്ങള്, അമ്പിയാക്കളുടെ നേതാവാ, ലോകത്തിന്റെ നേതാവ്. ആ തങ്ങളെ എങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്ര ചെയ്യണം? അതുകൊണ്ട് ഒരു അല്പമെങ്കിലും അവശേഷിക്കുന്ന ദിനങ്ങൾ പൂർണ്ണമായിട്ടും വിവാദത്തുകളിൽ ജമാഅത്ത് കൃത്യമായി പങ്കെടുക്കുക. ഷോപ്പിങ്ങും കാര്യങ്ങളും പർച്ചേസിംഗ് ഒക്കെ അതിനൊക്കെ കൃത്യമായി സമയം കണ്ടെത്തി വിവാദത്തിന് തടസ്സം നിൽക്കുന്ന മൂല്യമേറിയ ദിനങ്ങളും നിമിഷങ്ങളും അള്ള തരുമ്പോ അത് വഴിയോരങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും അങ്ങാടികളിലും ഹറാമുകളിലുമായി ചെലവഴിക്കാതെ പൂർണ്ണമായും പടച്ചറപ്പിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനുർ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യണേ റഹ്മാനെ. റബ്ബേ, നിന്റെ ത്വാഅത്തിലായി ദീനി ഖിദ്മത്തിലായി ഒരുപാട് കാലം ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. റഹ്മാനുർ റഹീമായ റബ്ബേ, പരിശുദ്ധ റമദാനാണ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രതികൂലമാക്കല്ല റഹ്മാനെ, പരീക്ഷണമാക്കല്ല തമ്പുരാനെ. റഹ്മാനുർ റഹീമായ റബ്ബേ, ലൈലത്തുൽ ഖദറിൽ വിജയിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിന്റെ റഹ്മത്തും മഗ്ഫിറത്തും ഇതകവിനാറും ഒക്കെ നൽകി ഈ പരിശുദ്ധ റമദാനിൽ നീ അനുഗ്രഹിച്ച നിന്റെ മുത്തഖീങ്ങളായ അടിമകളിൽ ഞങ്ങളെ കുടുംബങ്ങളെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാൻ ആക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ സർവ്വ മേഖലയിലും നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. വിഷമങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ റഹ്മാനെ. രോഗങ്ങൾ ശമിപ്പിക്കണം റഹ്മാനെ. അല്ലാഹു, ഒരുപാട് പേര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് പേര് പല രൂപത്തിലും സഹായിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായി. അതുപോലെ തന്നെ പല രൂപത്തിൽ സാമ്പത്തികമായും അല്ലാതെയുമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരിൽ അതെല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനെ.
അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. അവർ നൽകിയതിലൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് റഹ്മാനെ. ആ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. നോമ്പുതുറ നൽകിയ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, അവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനുള്ള. ഒന്ന്,